ഇന്ന് എഴുന്നേക്കാനും താമസിച്ചു. പണി കേട്ടു തീർന്നുമില്ല. ഇന്ന് ഫാക്ടറി നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞതാ. ഒത്തിരി പണിയുള്ള ദിവസമായിരുന്നു. കെവിനെ, എടാ കെവിനെ, കെവിനെ, സ്കൂളിൽ പോകണ്ടേ നിനക്ക്? നേരത്തെ എഴുന്നേക്കത്തുമില്ല. ആ, മോൻ കുളി കഴിഞ്ഞെത്തിയോ? ഇന്നേ അമ്മയ്ക്ക് ചോറുണ്ടാക്കാൻ നേരം കിട്ടിയില്ല. പുട്ടും കടലയും ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പോയോ അമ്മേ? ആ, പോയി. ഞാൻ സ്കൂളിൽ പോകുന്നില്ല. മോനെ, നീ എന്തായി പറയുന്നത്? സ്കൂളിൽ പോകാതെ എങ്ങനെയാ പഠിക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ല. അമ്മയുടെ ചക്കരയല്ലേ. മോൻ സ്കൂളിൽ പോ. പണി കഴിഞ്ഞ് വരുമ്പോൾ മോന് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. എൻ്റെ പൊന്നല്ലേ, മോൻ എഴുന്നേറ്റ് ചെന്ന് ഡ്രസ്സ് മാറി സ്കൂളിൽ പോകാൻ നോക്ക്. കെവിൻ അല്ലേ? സ്കൂളിൽ പോകാൻ മടിയാ? ചേട്ടായി ഞങ്ങളും നിന്റെ കാര്യം ഞങ്ങൾ സാറിനോട് പറയൂടാ. ഹലോ കെവിൻ, എന്തു പറ്റി? ഒന്ന് നിൽക്കൂന്നേ പ്ലീസ്.
എന്താ മോനെ? എടാ, നിനക്ക് എന്തു പറ്റി? പനിക്കുന്നുണ്ടോ? ഭാഗ്യം, പനിക്കുന്നില്ല. ഇവിടെ കിടന്നോ, അമ്മ കാപ്പി എടുക്കാം കേട്ടോ. ഇങ്ങോട്ടേറ്റ് പാടാ. പിന്നെ ഞാനിന്ന് നിങ്ങൾ എന്താ മനുഷ്യനെ ഈ കാണിക്കുന്നത്? വയ്യാതെ കിടക്കുന്ന ഈ കൊച്ചിനെയാണോ തല്ലുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊച്ചിന് ഒരിക്കലും സമാധാനം കൊടുക്കില്ലല്ലോ. അതെടി, മനുഷ്യനിപ്പോ പുറത്തിറങ്ങി കിടക്കാൻ മേലെന്നായി. ആ വലിയ വീട്ടിലെ ചാക്കോച്ചന്റെ മകന്റെ തലയെറിഞ്ഞു പൊട്ടിച്ചിട്ട് വന്നിരിക്കുക. സാറിനെ വിളിച്ചു. പുന്നാരമോനെ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഓടി വന്ന് കിടക്കുക. എന്താ മോനെ നീ ഇങ്ങനെ? നീ മിണ്ടരുത്. നിന്റെ സ്വരം എനിക്ക് കേൾക്കരുത്. മിണ്ടാതെ എവിടെയും പോയി കിടന്നോളാം. മോനെ കഴിച്ചേ മോനെ കുറച്ചേലും. എടാ കെവിൻകുട്ടാ, നീ കഴിക്കടാ. അമ്മയുടെ പൊന്നു മോനല്ലേ, കുറച്ചേലും ഒന്ന് കഴിച്ചേ. അപ്പായിക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടമൊക്കെയാ മോനെ. അരിശം വന്നതുകൊണ്ട് പപ്പ അടിച്ചതല്ലേ, സാരമില്ല, പോട്ടടാ. സാറ് പപ്പയെ വഴക്ക് പറഞ്ഞു കാണും. മോന്റെ പപ്പയല്ലേ, സാരമില്ല കേട്ടോ. പോട്ടെ, സാരമില്ലടാ. നിങ്ങൾ അങ്ങനെയൊക്കെ മോനോട് പറയണ്ടായിരുന്നു. അവൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിന്റെ വലിയ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണം. അവൻ്റെ ആ പപ്പ കേൾക്കുന്നത് തന്നെ എനിക്ക് കലിപ്പ. കൂട്ടത്തിൽ നാട്ടുകാരുടെ പരാതിയും കേസും. ഇങ്ങോട്ട് കയറി വരാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിന്റെ വഴി. അവൻ്റെ ആ പപ്പ കേൾക്കുന്നത് തന്നെ എനിക്ക് കലിപ്പ. മോനെ, കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്ത് കഴിക്കണേ. അമ്മ പോവാ കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ തനിച്ച്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടടാ മോനെ. നീ ഇവിടെ ചുമ്മാ ഇരിക്കാതെ ആ മേളത്തെ പിള്ളേരോടെ പോയി കളിക്ക്. അമ്മയുടെ പൊന്നു മോനല്ലേ. അമ്മ പോട്ടെ കേട്ടോ. ആ വിക്കാൻ വരുന്നു. എന്നെ കൂടി കളിക്കാൻ കൂട്ടാമോ? അയ്യേ, ഈ പൊട്ടന് വിൽക്കാനല്ല കളിക്കാൻ അറിയാവോ?
നീ ഏതാ? ഞാനിവിടെ അടുത്ത് പുതിയ താമസക്കാരനാ. നീ എന്നെ ലിയോ എന്ന് വിളിച്ചോ. ഫോട്ടോ എടുക്കണോ? ഞാൻ ക്യാമറ തരാം. ഫോട്ടോ എടുക്കാൻ അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. ഇത് വലിയ അതിശയാണല്ലോ. അമ്മേ, എനിക്ക് കൂട്ടുകാരനെ കിട്ടി. വോ, മോൻ സന്തോഷായോ? ആം, നല്ല ചേട്ടനാ. ഞാൻ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എന്നെ കൊണ്ട് വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചു. ഓഹോ, എന്നിട്ട്? ആ ചേട്ടൻ ഇവിടെ അടുത്തിടെ താമസിക്കാൻ വന്നതാ. ചേട്ടനെ ഇഷ്ടമായോ മോന്? ആം. കെവിനെ, നിനക്ക് എന്നാ പറ്റിയടാ? എൻ്റെ വിക്കാണ് ഇതിനെല്ലാം കാരണം. അപ്പനെയും എനിക്ക് നഷ്ടമായി. നിനക്ക് അപ്പനെ ഇഷ്ടമാണോ? അതെ, ഞാൻ മിണ്ടാതിരുന്നോളാമായിരുന്നു. അപ്പനെ കണ്ടാ സാരമില്ലടാ, അപ്പം വരും. നിന്റെ വിക്ക് മാറിയാൽ പോരെ? മതി. ഞാൻ നിനക്കൊരു സാധനം തരാം. ഇന്നാ ഇത് നീ വെച്ചോ. കെവിനെ, നിന്റെ സ്കൂളിൽ യൂത്ത് ഹോസ്റ്റലാ നീ പറഞ്ഞില്ലേ? നമുക്കൊരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്താലോ? വേണ്ട വേണ്ട. ഞാൻ നിനക്കൊരു പ്രസംഗം തരാം, അത് നീ നന്നായി പറയും. എനിക്ക് അറിയത്തില്ല. ഞാനല്ലേ പറയുന്നത്, നീ നന്നായി പറയും, ഉറപ്പായും പറയും. ഞാൻ നിന്നെ സഹായിക്കാം. നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. വിശുദ്ധകുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മോൻ ആ പ്രസംഗം ഒന്ന് പറഞ്ഞേ, അമ്മയൊന്ന് കേൾക്കട്ടെ.
എനിക്കറിയില്ല അമ്മേ. മോന് പറയാൻ സാധിക്കും. മോൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിക്കേ. റെസ്പെക്ട് ജഡ്ജസ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ചേട്ടായി, ചേട്ടായി, സ്റ്റേജ് നമ്പർ 5-ൽ പ്രസംഗ മത്സരം തുടരുന്നു. ചെസ് നമ്പർ 13 ഓൺ ദി സ്റ്റേജ്. ആധുനിക ജനതയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് ശ്രദ്ധേയമാണ്. ലോകം മുഴുവനെയും ഒരു കുട കീഴിൽ അണിനിരത്തുവാൻ മാധ്യമങ്ങൾക്കാകുന്നു. സ്റ്റേജ് നമ്പർ 5-ൽ മോന് പറയാൻ സാധിക്കും. ചെസ് നമ്പർ 03. ലാസ്റ്റ് ടേൺ അവന്റെ പപ്പ കേൾക്കുന്നത് തന്നെ എനിക്ക് തരും. 03. റെസ്പെക്ട് ജഡ്ജസ്. ഞാനല്ലേ പറയുന്നത്, നീ നന്നായി പറയും. ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആധുനിക ലോകത്ത് മീഡിയ കുട്ടികളുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ടെലിവിഷൻ, സിനിമ, വീഡിയോ ഗെയിമുകൾ, സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് തുടങ്ങിയവ കുട്ടികളുടെ വിജ്ഞാന വികാസ പ്രവർത്തനം എന്നിവയെ സ്വാധീനിക്കുന്നു. എന്നിരുന്നാലും കുട്ടികളുടെ ക്രിയാത്മകതയെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അമ്മേ, എനിക്കാ ഫസ്റ്റ്. ആദ്യം വിക്ക് പോലെ വന്നേ, പേടിയൊക്കെ തോന്നി. പിന്നെ ഞാൻ നന്നായി പറഞ്ഞു. ഭയങ്കര കയ്യടിയായിരുന്നു എല്ലാവരും. മോനെ, നിന്റെ വിക്കു മാറിയല്ലോ. യാതൊരു തടസ്സവും കൂടാതെയാണല്ലോ നീ ഇപ്പൊ സംസാരിക്കുന്നത്. അമ്മേ, അപ്പനെ വിളിക്ക്, എന്റെ വിക്ക് മാറിയെന്ന് പറ. അമ്മേ, നമുക്ക് ലിയോയുടെ വീട്ടിൽ പോകാം. അവനെ എന്നെ സഹായിച്ചത്. അവനോട് നന്ദി പറയണം. ഈ ട്രോഫി അവന് കൊടുക്കണം. നാളെ പോവാം മോനെ. വേണ്ടമ്മേ, ഇന്ന് തന്നെ പോകാം. എനിക്ക് സമ്മാനം കിട്ടുക എന്നത് അവനും വലിയ സന്തോഷമാ. വാമ്മേ, വാമ്മേ. ലിയോയുടെ വീടല്ലേ ഇത്? അതെ, കയറി വാ. ലിയോ ഇവിടെയില്ലേ? ഈ ട്രോഫി അവൻ കാരണമാണ് എനിക്ക് കിട്ടിയത്. ലിയോയുടെ കൂട്ടുകാരനാണിവൻ. ഇവന് സംസാരിക്കാൻ തടസ്സമുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു. ലിയോയാണ് അതൊക്കെ മാറ്റി എൻ്റെ മോനെ മിടുക്കനാക്കിയത്. അതുകൊണ്ട് സമ്മാനം കിട്ടിയപ്പോഴേ ഇങ്ങോട്ട് പോകുന്നു. ഇത് അവന് കൊടുക്കാനാ. അവൻ ഞങ്ങളെ പിരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിട്ട് നാളുകളായി. പിന്നെ എങ്ങനെ അവന് ട്രോഫി കൊടുക്കുക? അവനുള്ള സമ്മാനം അവൻ എത്ര നേരത്തെ മേടിച്ചു കഴിഞ്ഞു. ലിയോ, അവൻ എൻ്റെ മൂത്ത മോന. നിങ്ങൾ കേട്ടിട്ടില്ലേ, കാർലോ അക്വിറ്റസ്? അവനാണ് എൻ്റെ ലിയോ കുട്ടൻ. ഇതാ അവൻ.
അപ്പോൾ പിന്നെ എന്നെ സഹായിച്ചത്? എല്ലാ കൂട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ആ നല്ല കൂട്ടുകാരൻ. മോന്റെ വിഷമം കണ്ട് സ്വർഗപിതാവിനോട് അനുവാദം ചോദിച്ച് സഹായിക്കാൻ വന്നതാകും അവൻ. അങ്ങനെയോ? എനിക്ക് കാർലോയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. അമ്മ എന്നെ ഒന്ന് സഹായിക്കാമോ? അതിനെന്താ, സഹായിക്കാമല്ലോ. 1991 മെയ് 3 ലണ്ടനിൽ ജനിച്ച് ഇറ്റലിയിൽ വളർന്ന് 15-ാം വയസ്സിൽ സ്വർഗപ്രാപ്തനായ കമ്പ്യൂട്ടർ ജീനിയസ് കെയ്മർ സെയിന്റ് കാർലോ അക്വിറ്റിസ് ഇന്ന് സ്വർഗത്തിനും ഭൂമിക്കും ശ്രദ്ധേയനായ ഒരു കൊച്ചു വിശുദ്ധനാണ്. അന്റോണിയായുടെയും അക്വിറ്റീസിൻ്റെയും സീമന്തപുത്രനായ കാർലോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഈശോ കഥകൾ കേട്ടുകേട്ട് ഈശോയുടെ ആത്മസുഹൃത്തായി മാറി. 7-ാം വയസ്സിൽ പ്രത്യേക അനുവാദത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച കാർലോ 11-ാം വയസ്സിൽ മത അധ്യാപകനായി ശുശ്രൂഷ ചെയ്തു. അനുദിനം ബൈബിൾ വായിക്കുവാനും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും കാർലോ ശ്രദ്ധിച്ചിരുന്നു. കൂട്ടുകാരെയും മാതാപിതാക്കളെയും ദേവാലയ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഈ കൊച്ചു വിശുദ്ധൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അനുദിന ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തിയിരുന്നത് ദിവ്യബലിയിലാണ്. അനുരഞ്ജനത്തിൻ്റെ കൂദാശ അടുക്കൽ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഈശോയുടെ നല്ല സ്നേഹിതനായിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തോടും കാവൽ മാലാഖയോടും കാർലോയ്ക്ക് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് ജീവിതത്തിൽ പ്രത്യേക സ്ഥാനം നൽകിയ അവൻ ആഹാരവും വസ്ത്രവും അവർക്ക് വിതരണം ചെയ്തിരുന്നു. എന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്കായി അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. സ്വന്തമായി ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും മരിയൻ ദർശനങ്ങളും ശേഖരിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്ത കാർലോ സുവിശേഷവൽക്കരണത്തിന് ഡിജിറ്റൽ മീഡിയ എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്ന് ആധുനിക തലമുറയ്ക്ക് മാതൃക നൽകി. He spent his life to make people understand because of his apostolic zeal, his love for Jesus. He wanted everybody to love Jesus, to understand this mystery. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണെന്ന് കാർലോ പറയുമായിരുന്നു. ആത്മീയതയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതോടൊപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, വീഡിയോ ഗെയിംസ്, ഫുട്ബോൾ, സംഗീതം, ഫോട്ടോഗ്രാഫി, സൈക്ലിംഗ് ഇവയോടെല്ലാം അതീവ തൽപരനായിരുന്ന കാർലോ കൗമാരത്തിലെ ആഘോഷങ്ങളും വർണ്ണപ്പകിട്ടുകളും നഷ്ടപ്പെടുത്താതെ വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാർലോയുടെ ഇഷ്ടവിശുദ്ധനായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ കാർലോയും പ്രകൃതി സ്നേഹിയായിരുന്നു. പക്ഷികളെയും മൃഗങ്ങളെയും ഓമനിച്ചു വളർത്താൻ അവൻ പ്രത്യേകം താല്പര്യപ്പെട്ടു. പ്രകൃതി രമണീയമായ അസീസിയുടെ മനോഹരമായ കുന്നിൻ ചെരുവുകളിലൂടെയുള്ള
സൈക്കിൾ സവാരിയും ഫോട്ടോഗ്രാഫിയും കാർലോയ്ക്ക് പ്രിയപ്പെട്ട ഹോബിയായിരുന്നു. താൻ മരിച്ചു കഴിയുമ്പോൾ അസീസിയിൽ സംസ്കരിക്കണമെന്ന് കാർലോ പറയുമായിരുന്നു. 2006 ഒക്ടോബറിൽ രക്താർബുദ രോഗബാധിതനായി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ കാർലോ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഭയപ്പെടേണ്ട, മരിക്കാൻ എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്. കാരണം ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തിട്ടില്ല. ഒരു നിമിഷവും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുമില്ല. അവൻ തൻ്റെ സഹനങ്ങളെല്ലാം പരിശുദ്ധ മാർപ്പാപ്പായുടെയും തിരുസഭയുടെയും നിയോഗങ്ങൾക്കായി കാഴ്ചവെച്ചു. അസാധാരണമായ വിശ്വാസവും അഭൗമികമായ ദൈവസ്നേഹവും പുലർത്തിയ കാർലോ 2006 ഒക്ടോബർ 12 15ാമത്തെ വയസ്സിൽ സ്വർഗഗേഹത്തിലേക്ക് യാത്രയായി. വിശുദ്ധ കുർബാന ജീവിതത്തിന്റെ കേന്ദ്രവും എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ്സുമാക്കിയ കാർലോ അക്കിത്തോസിനെ 2018 ജൂലൈ 5 ഫ്രാൻസിസ് മാർപ്പാപ്പ ധന്യനായും 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായും പ്രഖ്യാപിച്ചു. ഈശോയുടെ സ്നേഹം ലോകം മുഴുവനും അറിയിക്കാൻ ഡിജിറ്റൽ മീഡിയയുടെ നവീന സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ദൈവത്തിന്റെ കയ്യൊപ്പ് സ്വീകരിച്ച കാർലോ അക്കിത്വേസ് ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും പ്രചോദനമാകട്ടെ.